പത്തനംതിട്ട കുട്ടനാട് ലൈഫ് പദ്ധതിയിലൂടെ ലഭിച്ച വീട് ജപ്തി ചെയ്ത് കേരള ബാങ്ക്. മുൻ ഭൂവുടമ എടുത്ത വായ്പയിലാണ് ഇപ്പോഴത്തെ ജപ്തിയെന്ന് വീട്ടുകാർ പറഞ്ഞു. സംഭവം വിവാദമായതോടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് പൂട്ടുപൊളിച്ചു. കോടതി ഉത്തരവാണ് നടപ്പാക്കിയതെന്നാണ് ബാങ്ക് അധികൃതരുടെ വിശദീകരണം. 2017 ലൈഫ് ഭവന പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടാണ് കേരള ബാങ്ക് ചാലാപ്പള്ളി ശാഖ ജപ്തി ചെയ്തത്. മുൻ ഭൂവുടമ വിജയൻ ബാങ്കിൽ നിന്നെടുത്ത വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് ജപ്തി നടപടിയിലേക്ക് കടന്നതെന്നും കോടതി ഉത്തരവ് നടപ്പിലാക്കുക മാത്രമാണ് ചെയ്തതെന്നും ബാങ്ക് അധികൃതർ അറിയിച്ചു. എന്നാൽ വസ്തു വാങ്ങിയപ്പോൾ ലോൺ ഉണ്ടായിരുന്ന വിവരം അറിഞ്ഞിരുന്നില്ലെന്ന് വീട്ടുകാർ പറയുന്നു. കൈവശാവകാശ സർട്ടിഫിക്കറ്റും ബാധ്യതാ സർട്ടിഫിക്കറ്റും ഉൾപ്പെടെയുള്ള രേഖകൾ കുടുംബത്തിന്റെ പക്കലുണ്ട്. ഈ പ്രമാണങ്ങൾ ഞങ്ങളെല്ലാം കാണിച്ചു. അപ്പൊ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഇത് കപ്പലണ്ടി പൊതിയാനേ കൊള്ളത്തുള്ളൂ, ഇത് കൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി. ബാങ്കിന്റെ നടപടി മനുഷ്യത്വരഹിതമാണെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സീൽ ചെയ്ത പൂട്ട് തകർത്തു. 2009 മുതൽ 2024 വരെയുള്ള 15 വർഷത്തെ ബാധ്യതാ സർട്ടിഫിക്കറ്റ് അടക്കം ഉള്ള മുഴുവൻ രേഖകളും ഉള്ളതുകൊണ്ടാണ് ലൈഫ് പദ്ധതിയിൽ ഇവർക്ക് വീട് കിട്ടിയത്. അപ്പോൾ ഇത്തരത്തിൽ പൂർണ്ണമായി ഇവരുടെ കൈവശത്തിലിരിക്കുന്ന ഈ സ്ഥലത്ത് അതിക്രമിച്ച് കയറിയത് ബാങ്ക് അധികൃതരാണ്. എന്നിട്ട് അവരുടെ പൊസഷൻ നോട്ടീസ് ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ആ പൊസഷൻ നോട്ടീസും അതുപോലെ തന്നെ ഈ വീട് താഴിട്ട് പൂട്ടിയ പൂട്ടും ഞങ്ങൾ പൊളിച്ചിട്ടുണ്ട്. അതിന് എന്ത് നടപടി വന്നാലും അത് സ്വീകരിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും തയ്യാറാണ്. ജപ്തിയിൽ ബാങ്ക് അധികൃതർ മറുപടി പറയണം എന്നാണ് വീട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും ആവശ്യം. മുൻ ഭൂവുടമയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് വീട്ടുകാർ. ന്യൂസ് മലയാളം, പത്തനംതിട്ട.